തിന്ന് തീർക്കാൻ, ജീവിതത്തിൽ അല്ലാഹു നൽകിയ സമയങ്ങൾ മുഴുവനും തിന്നാൻ വേണ്ടി ഉപയോഗിച്ചാൽ തീരാത്ത മട്ടിലുള്ളതായ ഭക്ഷണ വിഭവങ്ങൾക്ക് വേണ്ടിയുള്ള സമ്പാദ്യം നാം ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതേ സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമോ, അല്ലാഹുവേ 18 വയസ്സിൽ ഒരു മകൻ അല്ലാഹുവേ ബിസിനസ്സിലേക്ക് ഇറങ്ങിയതായ ഒരു മകന്റെ കഥയുണ്ട്. നിങ്ങളത് കേൾക്കേണ്ടതുണ്ട്. പിതാവിൻ്റെതായ മരണത്തോടെ 18 വയസ്സിൽ അല്ലാഹുവേ ബിസിനസ്സിലേക്ക് ഇറങ്ങിയതായ ഒരു മകന് അതുവരെ 5 വഖ്ത് നമസ്കാരം, സുബഹി ഉൾപ്പെടെയുള്ള 5 വഖ്ത് നമസ്കാരങ്ങളും കൃത്യതയോടെ പള്ളിയിൽ വന്ന് ജമാഅത്ത് നമസ്കരിച്ചിരുന്ന പൊന്നുമോൻ, മദ്രസയിൽ ഉസ്താദന്മാർക്ക് ഏറ്റവും വലിയ പ്രിയപ്പെട്ടതായ പൊന്നുമോൻ, 18ാമത്തെ വയസ്സിൽ പിതാവിന്റെ ഉപ്പയുടേതായ മരണം കാരണം പിതാവ് നടത്തിയിരുന്ന ബിസിനസ്സിലേക്ക് ഇറങ്ങേണ്ടി വന്നതായ മകൻ പിന്നെ നമസ്കാരങ്ങൾ പലതും മുടങ്ങുകയാണ്. പല നമസ്കാരങ്ങളിലും പൊന്നുമോനെ കാണുന്നില്ല. അല്ലാഹുവേ, പലപ്പോഴും ചോദിക്കുമ്പോൾ തിരക്ക് പറയുകയാണ്. അവസാനം ജുമാക്ക് മാത്രം വരലായി, ജുമാ നമസ്കാരം മാത്രം ഒതുക്കി. അതും കഴിഞ്ഞ് കുറെ കഴിയുമ്പോ ജുമായുമില്ല. ഒരു ദിവസം ഉസ്താദ് ഒരു കല്യാണ സദസ്സിൽ വെച്ച് ആ മകനെ കാണുകയാണ്. യാദർച്ഛികമായ മകനെ കാണുകയാണ്. അല്ലാഹുവേ, ഉസ്താദ് തിരക്കി, എന്താ മോനെ നിന്റെ അവസ്ഥ? നീ എന്ത് മിടുക്കനായിരുന്നു, എല്ലാ നമസ്കാരങ്ങളും കൃത്യതയോടെ നീ നിർവഹിച്ചിരുന്നു. എന്തു പറ്റിയടാ? എന്തേ നിനക്ക് ഇങ്ങനെ മാറാൻ എങ്ങനെ നിനക്ക് മനസ്സ് തോന്നിയെന്ന് ആ ഉസ്താദ് മകനോട് ഉപദേശിക്കുമ്പോ, മോമിനേ, ഉമ്മമാരെ, സഹോദരിമാരെ, ആ മകൻ പറഞ്ഞു, ഉസ്താദ്, എനിക്ക് നമസ്കരിക്കണമെന്നുണ്ട്, എനിക്ക് ജമാഅത്തിന് പങ്കെടുക്കണമെന്നുണ്ട്, എനിക്കതിന് വല്ലാത്ത ആഗ്രഹമുണ്ട് ഉസ്താദേ. അതിന്റെ മഹത്വങ്ങളും മഹിമകളും, അത് ഉപേക്ഷിച്ചാലുള്ള ശിക്ഷകളും നമസ്കാരത്തിൻ്റെതായ ബാധ്യതകളും എന്താണെന്ന് പൂർണ്ണമായി മദ്രസയിൽ നിന്നും പൂർണ്ണ ബോധ്യമുള്ളവനാണ് ഞാൻ, അത് പഠിച്ചവനാണ് ഞാൻ. പക്ഷേ ഇന്നെനിക്ക് 8 സ്ഥാപനങ്ങളാണുള്ളത് ഉസ്താദ്. അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം എനിക്കുണ്ട് ഉസ്താദേ. അവിടെ നിന്ന് ഒരു സെക്കൻഡ് മാറി നിൽക്കാൻ കഴിയില്ല. എനിക്ക് നല്ലതുപോലെ ഒന്ന് ഭക്ഷണം കഴിക്കുവാനോ റെസ്റ്റ് എടുക്കുവാനോ ഉറങ്ങാനും പോലും കഴിയാത്ത രീതിയിൽ ഞാൻ എന്റേതായ അധ്വാനത്തിലാണ്. എന്റെ ബിസിനസ്സിന് വേണ്ടി ഞാൻ എന്റെ സമയവും സർവശ്രദ്ധയും സർവ ആരോഗ്യവും ഞാൻ അതിനു വേണ്ടി വിനിയോഗിച്ചു കൊണ്ടിരിക്കുകയാ. ഇൻഷാ അല്ലാഹ്, ഇത് അധ്വാനിക്കേണ്ട സമയമാണല്ലോ. ചുറുചുറുക്കുള്ളതായ ഈ യുവത്വത്തിന്റെ കാലമാണല്ലോ ഉസ്താദ്. ഇത് അധ്വാനിക്കേണ്ട കാലമാണല്ലോ ഉസ്താദേ. ഒരു 40 കഴിഞ്ഞുകൊള്ളട്ടെ ഇൻഷാ അല്ലാഹ്, ഞാൻ പള്ളിയിൽ വരാം ഉസ്താദ്. അല്ലാഹുവേ, അവിടെ നിന്നവര് പിരിഞ്ഞു. 1 മാസമായില്ല മോമിനേ. 36ാമത്തെ വയസ്സിൽ ആ കരുവരുത്തതായ നല്ല ഊർജ്ജസ്വലതയോടെ ഉന്മേഷത്തോടെ തന്റെ 8ഓളം സ്ഥാപനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്ന, അതിന്റെ അധിപനായി വിലസിയിരുന്ന, അതിന്റെ ചേറിയിരുന്ന് എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ആ പൊന്നുമോനാ യുവാവ്, കരുവരുത്തതായ യുവാവ്, ആ 36ാമത്തെ വയസ്സിൽ അറ്റാക്ക് വന്നു മരണപ്പെട്ടു പോയി. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ, ഇതാണ് മരണത്തിന്റെ സ്ഥിതി. ആ യുവാവ് അല്ലെങ്കിൽ ആ ചെറുക്കൻ, ആ മകൻ, ആ മരിക്കുന്ന തൊട്ടു മുമ്പുള്ള നിമിഷവും അവൻ വിചാരിച്ചോ ഇങ്ങനെ ഒരു അവസ്ഥ സംഭവിക്കുമെന്ന്? അല്ലാഹുവേ, ആ മരണ വീട്ടിലേക്ക് അല്ലാഹുവേ ഇങ്ങനെ ജനങ്ങൾ ഒഴുകി. ചെറുപ്പത്തിൽ മരിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമമാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാർ മരണ വീട്ടിൽ കൂടി. എല്ലാവരും അല്ലാഹു
സുന്ദരിയായ യുവതിയായ അവന്റേതായ ഭാര്യ വല്ലാതെ ഏങ്ങലടിച്ച് കരയുകയാണ്. വല്ലാതെ പൊട്ടിക്കരയുന്ന അവളുടേതായ വല്ലാത്ത അവസ്ഥ കണ്ടുകൊണ്ട് മയ്യിത്ത് കാണാനെത്തിയവര് അവർ പറഞ്ഞു, അല്ലാ, ഈ പെണ്ണും ഇന്ന് കരഞ്ഞ് കരഞ്ഞ് ഇവൾക്ക് മറ്റാക്ക് ബാധിക്കുമോ എന്ന് പറഞ്ഞതായ പെണ്ണ് 4 മാസവും 10 ദിവസവും കഴിഞ്ഞ് 5-ാമത്തെ മാസത്തിലേക്കാകുമ്പോ മറ്റൊരു യുവാവുമായി വിവാഹാഭ്യർത്ഥന നടത്തി അവനുമായി വിവാഹത്തിലേർപ്പെട്ട് അതാ അവന്റെ മണിയറയിലേക്ക് മണവാട്ടിയായിട്ട് കടന്നു ചെല്ലുകയാ. എന്തു മണ്ടനാണ്! 18-ാമത്തെ വയസ്സിൽ താൻ അധ്വാനിച്ചു, തിന്നാതെ കുടിക്കാതെ അധ്വാനിച്ചു, 8 ബിസിനസ് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തി. അല്ലാ, അവന്റെ ഭാര്യ ഇന്ന് മറ്റൊരാളുടെ മണിയറയുടെ മണവാട്ടിയാണ്. അവന്റെ കഫം പുടവ അവന്റെ കബറിൽ ഉരുണ്ടിപ്പോയിട്ടില്ല, നശിച്ചു പോയിട്ടില്ല. അതിനു മുമ്പ് അവൻ സ്ഥാപിച്ച, അവൻ ഉണ്ടാക്കിയ, അവൻ ഏർപ്പെടുച്ച, അവൻ അധ്വാനിച്ച അവന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപനായി അവന്റെ ചെയറിൽ മറ്റൊരുവൻ വിലസുകയാ, മറ്റൊരുവനെ അല്ലാഹു നിയമിക്കുകയാ. ഇങ്ങനെ സംഭവിക്കുന്ന ആ പുരുഷന, ആ യുവാവ് എപ്പോഴെങ്കിലും സ്വപ്നം പോലും കണ്ടിട്ടുണ്ടോ? ഇതാണ് മരണം.